തെന്മല മാൻ പുനരധിവാസ കേന്ദ്രത്തിൽ മാനും മ്ലാവും സകുടുംബം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പുള്ളിമാനും സാമ്പാടീറും 6 ഹെക്ടറിൽ വിലസുകയാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ് മാൻ പുനരധിവാസ കേന്ദ്രം. ഇത് നമ്മുടെ തെന്മല മാൻ പുനരധിവാസ കേന്ദ്രം. ഇവിടെ 11 മ്ലാവുകൾ, സാമ്പാർ ഡിയർ എന്ന ഇനത്തിൽപ്പെട്ട 11 മ്ലാവുകൾ കുഞ്ഞുൾപ്പെടെ ഉണ്ട്. ഇവരുടെയൊക്കെ പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ്. ഇനി ഈ ദൃശ്യങ്ങൾ ഇതിന് ശേഷം നമ്മൾ പുള്ളിമാൻ ഉൾപ്പെടെയുള്ള ആ ആനിമൽസിനെ നമ്മൾ കാണും. തെന്മല പുള്ളിമാൻ്റെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയല്ല. പെരിയാറിൻ്റെ തെക്കുവശം കന്യാകുമാരി വരെ പുള്ളിമാൻ ജീവിക്കാറില്ല. പെരിയാറിൻ്റെ വടക്കുവശം കർണാടകം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനത്തിൽ ആയിരക്കണക്കിന് പുള്ളിമാനുകളെ കാണാനും കഴിയും. പെരിയാറിൻ്റെ വടക്കുവശത്തെ വനമേഖലയിൽ പല കാരണങ്ങളാൽ അകപ്പെട്ട പുള്ളിമാനുകളെയാണ് തെന്മലയിൽ പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. ആകെ 23 പുള്ളിമാൻ, 10 ആണും 11 പെണ്ണും, 3 മാസം പ്രായമായ 2 കുട്ടികളും. ഇവയെ നമുക്ക് തൊട്ടില്ല എന്ന അകലത്തിൽ കാണാൻ കഴിയും. അപ്പോഴും പെരിയാറിൻ്റെ തെക്കുവശം പുള്ളിമാനുകൾ എന്ത് ഇഷ്ടപ്പെടാത്തതെന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കണ്ടെത്താനാകുന്നില്ല. ഇത് ശരിക്ക് നമ്മളെ ഏഷ്യയിലെ ആദ്യത്തെ പ്ലാൻഡ് എക്കോ ടൂറിസമാണ് തെന്മല എക്കോ ടൂറിസം. അപ്പോൾ അതിൻ്റെ പല പല ആക്ടിവിറ്റികളിലൊന്നാണത്. അതായത് പലപ്പോഴും ഈ മറ്റു സ്ഥലങ്ങളിൽ പരിക്കേൽക്കുകയും ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മാനുകളെ പുനരധിവസിപ്പിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ സാധാരണ നമുക്ക് മൃഗശാലയിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂട്ടിനകത്താണ് കാണുന്നത്. ഇതങ്ങനെയല്ല. ഇതിന് 6 ഹെക്ടർ വനം ഇതിനു വേണ്ടി മാത്രം ഉണ്ടാക്കി അതിൻ്റേതായ കാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ പാർപ്പിച്ച് ഒപ്പം അതിൻ്റേതായ ഭക്ഷണവും കൊടുത്ത് നമ്മൾ പരിപാലിച്ച് പോരുകയാണ് ചെയ്യുന്നത്. പബ്ലിക്കിന് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു ടൂറിസത്തിൻ്റെ ഒരു ഹൈലൈറ്റാണിത്. മാൻ പരിചരണത്തിൽ വർഷങ്ങളായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ ഈ വനം വകുപ്പിൻ്റെ ഒരു പടയാളി കൂടിയാണ് നമ്മുടെ ഷാനവാസൻ. ഷാനവാസനെ കാണുമ്പോഴേ ഈ പുള്ളിമാനെല്ലാം ഓടി വരാൻ തുടങ്ങും. അതിന് ഭക്ഷണം കൊടുക്കുന്ന അതിന് നന്ദിയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്കിനി കാണാം. ഭൂമി ഇവർക്കും അവകാശപ്പെട്ടത്. അവരും സകുടുംബത്തോടെ സന്തത പരമ്പരകളോടെ ജീവിക്കുന്നു. തമ്മിൽ ഇണങ്ങും പിണങ്ങും. സ്നേഹം, കരുതൽ, ശത്രുത, അസൂയ എന്നുവേണ്ട എല്ലാ മനുഷ്യവികാരങ്ങളും അവർക്കുമുണ്ട്. ഇന്ത്യയിൽ കടുവയുടെ ഇഷ്ടഭക്ഷണം. ആൻഡിലർ വർഗത്തിൽപ്പെട്ട ആൺമ്ലാവിൻ്റെ കൊമ്പ് വർഷം തോറും പൊഴിയുകയും ഇണചേരുന്നതിന് മുമ്പ് മുളയ്ക്കുകയും ചെയ്യും. കൊമ്പ് കോർത്ത് ഇഷ്ടപ്പെട്ട ഇണയെ പ്രാപിക്കുകയാണ് പതിവ്. തെന്മലയിലെ പുനരധിവാസ കേന്ദ്രത്തിലെ 11 മ്ലാവുകളിൽ 7 ആണും 3 പെണ്ണും 6 മാസം പ്രായമായ കുട്ടിയും ഉൾപ്പെടുന്നു. തെന്മല എക്കോ ടൂറിസം ഏഷ്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം മേഖല കൂടിയാണിത്. ഇവിടെയാണ് ഈ മാനുകളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. വരുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കാണെങ്കിലും വന്യമൃഗങ്ങളെ അതിൽ ഈ മാൻ എന്ന് പറയുന്നതിനെ നേരിട്ട് കാണാനുള്ളൊരവസരമാണ്. ആരും പാഴാക്കരുത്. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.